വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞോമലല്ലേ. ഒരു അമ്മ എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു. എൻ്റെ മോൻ വാഴ കണ്ടിട്ട് കരഞ്ഞു. ലൈക്ക് ഹി വാസ് ലൈക്ക് 10-year-old kid ആൻഡ് വാഴ കണ്ടിട്ട് കുറേ കരഞ്ഞെന്ന് പറഞ്ഞ് അരവിന്ദ് ചേട്ടനൊക്കെ ഇത് കെയിം അപ്പ് വിത്ത് ദിസ് കോൺസെപ്റ്റ് ഓഫ് കി നമുക്ക് പുതിയ വാഴകൾക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം ഫോർ മകനെ ആൻഡ് കൂടെ പിറന്നോർ. ഐ വുഡ് സേ വൺ തിങ് കി 90% ഓഫ് ദ പീപ്പിൾ വെയർ ഓൺ ദ സെയിം പേജ്. എല്ലാവർക്കും ഒരു സെയിം സ്പെക്ട്രമിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ പാട്ടിൽ. അപ്പം നമ്മൾ ഭോപ്പാലാണ്, നമ്മൾ കുട്ടികൾ, നമുക്ക് അറിയത്തില്ല സിനിമയ്ക്ക് ഭയങ്കര നമുക്ക് ഡ്രീം ചെയ്യാൻ മാത്രം പറ്റത്തുള്ളൂ. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് നോട്ട് അച്ചീവബിൾ ഇസ് വാട്ട് ഐ തോട്ട്. സ്വന്തം പേര് നമ്മൾ ബോളിവുഡ് ഫിലിംസിന്റെ എൻഡ് ക്രെഡിറ്റ്സിൽ നമ്മൾ വായിച്ചു വരും. ലൈക്ക് പേരൻസ് ആർ സീയിങ് ഇറ്റ്, ഓൾ ഓഫ് ദാറ്റ് പ്രൗഡ് മൂമെന്റ്, ഓൾ ഓഫ് ദാറ്റ്. പ്രീത്തം എന്താന്ന് വെച്ചാൽ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്യാൻ മേഘ്ദീപ് ബോസ്ബയുടെ മേഘ്ദീപ് ചേട്ടൻ്റെ കൂടെ തന്നെ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. മീ ആൻഡ് എബിൻ ബി വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ ബ്രഹ്മാസ്ത്ര. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം മ്യൂസിക് കമ്പോസർ, സിംഗർ പാർവതീഷ് പ്രദീപ്. നമസ്കാരം ബ്രോ. നമസ്കാരം. നമുക്കിപ്പോൾ പാർവതീഷിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റിൽ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. വാഴ 2, കൂടെ പിറന്നോരെന്ന് പറഞ്ഞ പാട്ട് എന്ത് ട്രെൻഡാണ് ബ്രോ. എന്ത് ആ ട്രെൻഡിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ ബാക്കി. എന്താ തോന്നിയെന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. നമ്മളിങ്ങനെ പാട്ടുണ്ടാക്കി വരുമ്പം നമ്മളിത് ഹിറ്റാകുമോ ഇതെന്താകുമോ എന്ന് ഓർത്തല്ല ചെയ്യുന്നത്. അപ്പം ബ്രീഫ് കിട്ടിയപ്പോഴും നമ്മളിങ്ങനെ ഒരു പാട്ടുണ്ടാക്കി, എന്നിട്ട് റിലീസായി കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നത് ഇതിങ്ങനെ പോകുന്നു, എനിക്ക് മെസ്സേജസ് വരുന്നു. അപ്പം ഐ വാസ് ലൈക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അതൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ എല്ലാം ഇച്ചിരി കയ്യിൽ നിന്ന് വിട്ടുപോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത്. അപ്പം ഇറ്റ് വാസ് വെരി ഓവർവെൽമിങ്. രാദർ ദാൻ പാട്ട് ഇത്രയും പോപ്പുലർ ആകുന്നതിനെക്കാട്ടിലും വാട്ട് എഫക്റ്റഡ് മീ മോർ വാസ് ലൈക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്ത് ആൻഡ് ദേ വർ ഷെയറിങ് ദെയർ പേഴ്സണൽ എക്സ്പീരിയൻസസ്, അവരുടെ പേഴ്സണൽ ഇമോഷൻസ് അവർ ഇങ്ങനെ എന്നെ മെസ്സേജ് ചെയ്തും വീഡിയോസിലും ഇങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് മോർ ഓവർവെൽമിങ് ഫോർ മീ. അത് വളരെ എനിക്ക് ഹിറ്റ് ചെയ്ത്. ആൻഡ് ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് ഇങ്ങനെ കുറേ സ്ട്രേഞ്ചേഴ്സ് നമുക്കിങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ ഇൻട്രാക്റ്റും ചെയ്ത് കുറേ സ്ട്രേഞ്ചേഴ്സിനോട്. ആൻഡ് ദിസ് വാസ് സംതിങ് വളരെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരുടെ വളരെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയുന്നത്. ഇങ്ങനെ ഒരു അമ്മ എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു. എൻ്റെ മോൻ വാഴ കണ്ടിട്ട് കരഞ്ഞു. ലൈക്ക് ഹി വാസ് ലൈക്ക് 10-year-old kid ആൻഡ് വാഴ കണ്ടിട്ട് കുറേ കരഞ്ഞെന്ന് പറഞ്ഞ് അതിൻ്റെ അച്ഛൻ ഒരു 5 years ബാക്ക് മരിച്ചു പോയായിരുന്നു. അപ്പം ആൻഡ് ആ സീൻസ് കണ്ട് മകനെ ആ സീനൊക്കെ വന്നപ്പം വളരെ കരഞ്ഞു. രാത്രി മൊത്തം കരച്ചിലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ്. നെക്സ്റ്റ് ഡേ ദെൻ ഐ സോ ദ മെസ്സേജ് ആൻഡ് എനിക്കറിയത്തില്ല ഞാൻ എന്ത് റെസ്പോണ്ട് ചെയ്യും. കാരണം ദാറ്റ്സ് സോ പേഴ്സണൽ ഫോർ ദം. സോ ഫോർ മീ ടു നോ ദാറ്റ് പീപ്പിൾ കണക്റ്റഡ് ടു ദാറ്റ് സോങ് ഇൻ സച്ച് എ ലെവൽ, ആ ഒരു രീതിയിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമോ എന്തോ അതെന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ just thankful and grateful. I interacted with them. I talked to that mother. I told her that ഇവിടെ കുറേ കൂടെ പിറന്നവർ ഓൾറെഡി ദാറ്റ് കിഡ് ഹാസ് ആൾക്കുണ്ട്, ഇവിടെ ചേട്ടന്മാരുണ്ട്. സോ ഷീ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഐ ടോക്ക് ടു ദ കിഡ് എസ് വെൽ ആൻഡ് ഐ ടോക്ക് ടു അങ്ങനെ കുറേ ഇങ്ങനെ ഐ തിങ്ക് ദാറ്റ് വാസ് മോർ ഓവർവെൽമിങ് ഫോർ മീ. എന്നിട്ട് പാട്ട് ആയത് ഐ തിങ്ക് ഇസ് ജസ്റ്റ് എ ബൈ പ്രൊഡക്റ്റ്. ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ദ പടവും ദ ഫിലിം വാസ് വെരി ഗുഡ്. ഇറ്റ് വാസ് പ്ലേസ്ഡ് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ദാറ്റ് കളക്റ്റീവ് തിങ്. ആ പടവും ഇങ്ങനെ ആയതുകൊണ്ട് ആ പാട്ടിന് ആ ഒരു അത് കിട്ടി. So I think I'm just thankful and grateful for all of it. ഇത് ഞാൻ വാഴ 2 കാണുന്നത് എൻ്റെ അമ്മയുടെ കൂടെ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണിക്കാൻ പറ്റില്ല ഞാൻ കരയുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് അതായത് മക്കൾ കരയുന്ന കാണുന്ന അമ്മയ്ക്ക് എപ്പോഴും, അമ്മമാർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ മറ്റേ സൈഡിലൂടെയൊക്കെ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ പിറന്നോട് പാട്ടിങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ നെഞ്ചിങ്ങനെ ഇടിക്കും ടക 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഭയങ്കര എന്താ പറഞ്ഞാൽ നന്ദി എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അയ്യോ അങ്ങനെ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണ്ടേ, അത് ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പോൾ സെയിം നമ്മൾ മകനെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് ആ ഗിറ്റാർ പീസ് ഇപ്പോൾ കേൾക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ആ വിറവലിങ്ങനെ വരും. അത് കേട്ട് മകനെ എന്നുള്ള വിളി വരുമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്? ഐ തിങ്ക് കൂടെ പിറന്നവരിന് മുമ്പേ ഐ തിങ്ക് വി ഷുഡ് ടോക്ക് അബൌട്ട് മകനെ. കാരണം വാഴ 1-ൽ സെയിം ഐ വാസ് വർക്കിംഗ് വിത്ത് അങ്കിത് ബിയ ഫോർ ഓൾ ദീസ് ഇയേഴ്സ്. അപ്പം വിപിൻ ചേട്ടനും എല്ലാവരും ചേട്ടനൊക്കെ ഇത് കെയിം അപ്പ് വിത്ത് ദിസ് കോൺസെപ്റ്റ് ഓഫ് കി നമുക്ക് പുതിയ വാഴകൾക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ലൈക്ക് സോ വി ആർ ഓൾ ന്യൂ പീപ്പിൾ. ഞങ്ങൾക്ക് ഒരിക്കലും ആസ് എ മ്യൂസിക് കമ്പോസർ ഞങ്ങൾ ചെയ്തിട്ടില്ല ഒന്നും ഫോർ ഫിലിംസ്. അപ്പം വാഴ 1-ൽ ഐ ഗോട്ട് മൈ ഫസ്റ്റ് സോങ് തൊട്ടാവാടി എന്ന് പറഞ്ഞൊരു പാട്ട് കിട്ടിയായിരുന്നു. അപ്പം ഐ ഡിഡ് ദാറ്റ് ആൻഡ് അതെല്ലാം ചെയ്ത് ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുത്തു. നമ്മൾ ഓൾറെഡി വർക്കിംഗ് ഓൺ ദ സ്കോറിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, മൊത്തം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും. അപ്പോൾ നമുക്ക് ഓൾറെഡി പടം നമ്മുടെ അടുത്തുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ അതായത് എല്ലാവരും ഒരേ ടൈമിൽ എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ പോർഷൻ തിരിച്ച്
പലർക്കും അങ്ങനെയാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു ഫിക്സ് ഒന്നുമല്ല. ഇപ്പം നമ്മള് പാട്ട് എന്തായാലും നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യണം. അത് നമ്മൾ നമ്മുടെ സ്പേസിലിരുന്ന് നമ്മൾ ഉണ്ടാക്കി ചെയ്യും. നമുക്ക് സിനാരിയോ അറിയാം എന്തുവാണ്. എനിക്കറിയാവുന്ന സിജു സണ്ണിയും മീനാക്ഷിയുടെ ആ ഒരു പരിപാടിയാണെന്ന് ഞാൻ ഓൾറെഡി വിഷ്വലി കണ്ടായിരുന്നു. അപ്പം അത് വിഷ്വൽ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ഉണ്ടാക്കിയത്. തൊട്ടാവാടിയ ഫൺ റൊമാൻറ്റിക് സോങ്. ആൻഡ് പടം നമ്മൾ ഓൾറെഡി കണ്ടു. കാരണം ആ പടത്തിൻ്റെ സ്കോർ നമ്മളെല്ലാവരും A ടീമാണ് മൊത്തം ചെയ്യുന്നത്. അപ്പം ലാസ്റ്റിൽ മകനെ വരും എന്നറിയാം, ഇങ്ങനെ ഒരു പാട്ട് വരും എന്നറിയാം. മകനെയല്ല, ഒരു ഇമോഷണൽ ട്രാക്കോ ഒരു ഇമോഷണൽ മ്യൂസിക് എന്തെങ്കിലും വരും എന്നറിയാം. ആൻഡ് ഐ തിങ്ക് അങ്കിത് ഭയ്യ വാസ് സപ്പോസ് ടു ഡു ദാറ്റ് സോങ് അതിന് വേണ്ടി. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ അങ്കിത് ഭയ്യ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു 2 പാട്ടോ. ലൈക്ക് നീ ചെയ്യ, ലൈക്ക് ഹി ട്രസ്റ്റഡ് മീ വിത്ത് ദാറ്റ്, നിനക്ക് പറ്റുന്നു. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി വന്നപ്പം അവർ പറഞ്ഞ് കൊള്ളാം, നല്ല സാധാരണ വിപിൻ ചേട്ടൻ പറഞ്ഞ് നല്ലതാണ്. പിന്നെ ലിറിക്സ് എഴുതാൻ വേണ്ടി നമ്മൾ BK ഹരിനാരായണ ചേട്ടനെ വിളിച്ച് ലിറിക്സ് സെഷനിൽ വിപിൻ ചേട്ടനും നമ്മുടെ കൂടെ ഇരുന്ന്, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ തിരിച്ചു ഭോപ്പാലിലോട്ട് പോയായിരുന്നു വേർതിരിച്ചു. അപ്പം ഞാൻ വീഡിയോ കോളിലുണ്ടായിരുന്നു. പിന്നെ വിപിൻ ചേട്ടൻ ന്യൂ വാട്ട് ഹി വാണ്ടഡ് ലിറിക്കലി, എന്തൊക്കെ വാട്ട് ക്യാൻ വർക്ക് ഹി ഹാഡ്, വിഷ്വൽസിൻ്റെ അനുസരിച്ച് ഹി ഹാഡ് ഇൻ മൈൻഡ്. അപ്പം ഹരിനാരായണ ചേട്ടനും വിപിൻ ചേട്ടനും അങ്കിത് ഭയ്യയും എല്ലാവരും നമ്മളിരുന്ന് I was on വീഡിയോ കോൾ. എനിക്ക് അത്രയും പ്രത്യേകിച്ച് അറിയത്തില്ല മലയാളമൊന്നും. ഞാൻ വെറുതെ അവിടെ ഉണ്ടായിരുന്നു മ്യൂസിക്കലി പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെ. ബട്ട് ദീസ് ഗൈസ് സാറ്റ് ഡൗൺ ആൻഡ് അങ്ങനെയാണ് ഹൃദയം മുറിയും അഴലിൽ വെന്താലും സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. അത് എന്നിട്ട് ഓൾ ഓഫ് ദോസ് വേർഡ്സ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയായിരിക്കും വരുന്നതൊക്കെ, എൻ്റെ ഒരു അത് കാരണം. അപ്പം ബട്ട് ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. അത് സീനിലൊക്കെ വെച്ച് നോക്കിയപ്പം ഞാൻ സ്ക്രാച്ച് പാടി. അപ്പം ഈ ഹൃദയം മുറിയും സെക്ഷൻ ഞാനാണ് പാടിയിരിക്കുന്നത് ആ പാട്ടിൽ. അപ്പം ആ സെക്ഷൻ റെസ്റ്റ് ഓഫ് ദ പാട്ടിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ എലിവേറ്റഡും ഇച്ചിരി കൂടെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടിരിക്കണം എന്നായിരുന്നു ഒരു വിഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായപ്പം. അപ്പം അത് നമ്മൾ ഓൾറെഡി ആ പടത്തിൽ ഇങ്ങനെ വെച്ച് നോക്കി, ആ സീൻസിൽ വെച്ച് നോക്കിയപ്പോൾ ഇറ്റ് വർക്ക്ഡ്. സോ ഐ തിങ്ക് അത് പക്ഷേ ഇങ്ങനെ ആൾക്കാർക്കും ഇങ്ങനെ വർക്കാകുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നമുക്ക് വർക്കായി, ആ ഇമോഷൻ നമുക്ക് കൺവേ ആവുന്നുണ്ട്, അത്രയും മാത്രം നമുക്ക് ആ മൊമെൻറ്റിൽ അറിയാം. പക്ഷെ പടം വന്നു കഴിഞ്ഞിട്ട്, നമ്മുടെ പാട്ട് റിലീസായി കഴിഞ്ഞിട്ട് ഐ സോ കോമെൻറ്റ്സ് ആൻഡ് ഓൾ. സോ അതിനകത്ത് എല്ലാവരും ഇത് എഴുതുക, തിയേറ്റർ എക്സ്പീരിയൻസ്, ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ് ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മൾ ചെയ്യുന്നൊക്കെ ആൾക്കാർക്ക്. കാരണം നമ്മൾ വാട്ട് വി മേക്ക്, നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ നമുക്കൊരു ഇമോഷൻ കാണും, പക്ഷേ ആൾക്കാർ അത് ഡിഫറെൻ്റ്ലി ആയിരിക്കും പെർസീവ് ചെയ്യുന്നത്. എല്ലാവർക്കും ദേ ഹാവ് ദെയർ ഓൺ വേ ഓഫ് റിലേറ്റിംഗ് ടു സോങ്സ്. അതുപോലെ ഞാൻ വിചാരിച്ച ആൾക്കാർ, പക്ഷേ for Magane and Kudapiranur, I would say one thing ki 90% of the people were on the same page. എല്ലാവർക്കും ഒരു സെയിം സ്പെക്ട്രമിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ പാട്ടിൽ. സോ അങ്ങനെയാണ്. അപ്പം മകനെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞു. കൂടപ്പിറന്നവർ വന്നപ്പം അഗൈൻ ഈ പടത്തിലും പുതിയ ആൾക്കാർക്ക് അറിഞ്ഞ് കൊടുക്കാൻ പ്ലാൻ. പിന്നെ ലാസ്റ്റ് അഗൈൻ ടുവേർഡ്സ് ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് തിങ്സ്, ഞാൻ ഓൾറെഡി സ്കോറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ബിറ്റിലന്ന് വിപിൻ ചേട്ടൻ, നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പടത്തിൽ മകനെ തന്നെ റീയൂസ് ചെയ്യണോ, കാരണം മകൻ ഈസ് ഓൾറെഡി എ ഗുഡ് സോങ്, പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. ആ ഒരു ടോക്കും ഉണ്ടായി. സവിൻ ചേട്ടൻ, വിപിൻ ചേട്ടൻ, അങ്കിത് ഭയ്യ, ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പം കുറേ ടു ആൻഡ് ഫ്രോ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് മകനെ ചെയ്യാം, പിന്നെ ഇടയ്ക്ക് നമ്മൾ ഡിസൈഡ് ചെയ്ത ഒരു പുതിയ പാട്ടും ചെയ്യാം. അപ്പം പുതിയ പാട്ടെന്നെങ്കിൽ മകനുടെ അത്രയും വരുമോ, ആൾക്കാർക്ക് അത് കടിക്കുമോ, ആ ഒരു മകനെ ഒരു വേർഡ് നമുക്ക് കിട്ടി. ഇവിടെ സിബ്ലിങ്സിന് ചേട്ടാ ചേച്ചി എന്നൊന്നും പറ്റത്തില്ലല്ലോ, എന്തോ ആയിരിക്കും വേർഡ്. അപ്പം വിപിൻ ചേട്ടൻ തന്നെ കൂടപ്പിറന്നു എന്ന് പറഞ്ഞൊരു വേർഡ് ചേട്ടന് കിട്ടി. ചേട്ടൻ വാസ് ലൈക്ക് ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും പിടിക്കാം. ഐ വാസ് ലൈക്ക് ഓക്കെ, ഞാൻ മെലഡി ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങി. ആൻഡ് വി റിയലൈസ്ഡ് ഇറ്റ് ഹാസ് ടു സൗണ്ട് ലൈക്ക് മകനയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ആൾക്കാർക്ക് ഇത് കണക്ട് ആവണം. അത് മൈൻഡിലുണ്ടായിരുന്നു. ആദ്യം അങ്ങനെയല്ലായിരുന്നു. ആദ്യം ഞാൻ ഒരു പാട്ട് ഉണ്ടാക്കി തുടങ്ങി. പിന്നെ വിപിൻ ചേട്ടൻ പറയുന്നെങ്കിൽ നമുക്ക് മകനെയും വേണം, കാരണം ഈ പടത്തിൽ സ്പോയിലർ അല്ല, പക്ഷെ പടത്തിൽ ഒരു അച്ഛൻ്റെയും മോൻ്റെ മൂമെൻറ്റും ഉണ്ട്, പിന്നെ സിബ്ലിങ്സിൻ്റെ മൂമെൻറ്റും ഉണ്ട്. അപ്പം അച്ഛൻ്റെ മോൻ്റെ മൂമെൻറ്റിൽ നമുക്ക് കൂടപ്പിറന്നവർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കത്തില്ല, നമുക്ക് അവിടെ മകനെ തന്നെ വേണ്ടി വരും. അപ്പം സ്കോർ ചെയ്യുമ്പോഴാണ് നമ്മളിത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും, ഈ പാട്ട് ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് കട്ട് ചെയ്ത് വേറെ ഒരു പാട്ട് തുടക്കാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു ലൈക്ക് ബ്ലെൻഡ് ഇറ്റ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് സീം സീംലെസ്. അതുകൊണ്ടാണ് പടം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും കൂടപ്പിറന്നവർ അത് നമ്മൾ മകനയിലോട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു രീതിയിലാണ് നമ്മൾ സ്കോറിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രോസ് ഓവർ വേർഷൻ ആയിട്ട് തന്നെ അത് നമ്മൾ പിടിക്കേണ്ടി വന്നു. പക്ഷേ ദ സോങ് സ്റ്റാർട്ട് സംവെയർ ആൻഡ് ദെൻ വി ബ്രോട്ട് ഇറ്റ് ഓൺ പാർ വിത്ത് മകനയുടെ ഹൃദയം മുറിയും ആൻഡ് കൂടപ്പിറന്നവരുടെ തമ്മിൽ പിണങ്ങി പോലെ ആ ഒരു ഗ്രാഫ് നമുക്ക് മാച്ച് ചെയ്യേണ്ടി വന്നു ഫോർ ദ സ്കോർ. ബിക്കോസ് ഐ തിങ്ക് ദിസ് ഇസ് വൺ തിങ് ദാറ്റ് ഐ ലേൺ ഫ്രം ദിസ് ടീം. നിങ്ങൾ വേണമെങ്കിൽ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാം, പക്ഷെ വെൻ യു ആർ വർക്കിംഗ് ഫോർ എ ഫിലിം
നിങ്ങൾ ആ പടത്തിന് വേണ്ടിയായിരിക്കണം പാട്ടുണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലെസൺസ് ഐ ഹവ് ലേൺ ഫ്രം ദിസ് ഗ്രൂപ്പ്, ദിസ് ഹോൾ ടീം. അപ്പം അങ്ങനെയായിരുന്നു കൂടെപ്പിറന്നവർ വാസ് മെയ്ഡ് ഫോർ ദാറ്റ് സോങ്. കാരണം നമ്മൾ ഓൾറെഡി സീൻസ് എല്ലാം ഞാൻ കണ്ട് ഹൗ ആർ ദിസ് മ്യൂസിക് ഇല്ലാതെ തന്നെ കാണുമ്പോൾ നമുക്ക് ആ ഇമോഷൻ ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ദ ചാലഞ്ച് വാസ് മ്യൂസിക് വന്നാൽ അത് ആ ഇമോഷനെ ഓൾട്ടർ ചെയ്യരുത്, അതിനെ സപ്പോർട്ട് മാത്രം ചെയ്യണം. ആ ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ പ്രഷർ, കാരണം മകൻ ഈസ് ഓൾറെഡി ദർ, ഇത് ആ രീതിയിൽ വരുമെന്നൊക്കെ. പക്ഷേ ദീസ് ഗൈസ് സപ്പോർട്ടഡ് മീ. അങ്കിത് ഭയ്യ വാസ് കോൺസ്റ്റന്റ്ലി ദർ. ഞാൻ എല്ലാം ഉണ്ടാക്കി അങ്കിത് ഭയ്യ കേൾക്കും, ഭയ്യ ഡു യു തിങ്ക് ദിസ് വർക്ക്സ്? ആൻഡ് ഈസ് ലൈക്ക് യാ ഇത് സോർട്ടഡ് ആണ്. ഐ എം ലൈക്ക് ഹീസ് നോട്ട് ഈവൻ ലൈക്ക് ഹീസ് ജസ്റ്റ് ദർ. ആൻഡ് വിപിൻ ചേട്ടനും നമ്മൾ കേൾപ്പിച്ചു, വിപിൻ ചേട്ടൻ ഓൾസോ ഹേർഡ് ലൈക്ക് ഇത് വർക്കാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹരിനാരനേട്ടനെ വിളിച്ച്, ഹി ഓൾസോ കെയിം, ഹി സോ ദ സീൻസ്. ആൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻസും എല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഈ കൂടെപ്പിറന്നവർ തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ. ദീസ് വെർ ദ ഫസ്റ്റ് ലൈൻസ്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയത്, തമ്മിൽ പിണങ്ങി പോവല്ലേ. അത് സെറ്റ് ആയപ്പോഴും വിപിൻ ചേട്ടൻ വാസ് ലൈക്ക് ഓക്കെ, ഇനി നമുക്ക് മൊത്തം പാട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് ഗിറ്റാർ കൊണ്ടുവരാമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടാവില്ലേ? അതെ. അല്ല, അതെങ്ങനെയാണ്? അത് ഞാൻ പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? അത് ഓൾറെഡി നമ്മൾ ഇത്രയും നാൾ കൊണ്ട് കേൾക്കുന്ന നമ്മൾ കൊച്ചിയിലെ മ്യൂസിക് കേട്ടോണ്ട് വരുമെന്നല്ലോ. അപ്പോൾ നമുക്കറിയാം ഓരോ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കുറേ ഗിറ്റാറിസ്റ്റിനെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം സന്ദീപ് എന്ന് പറഞ്ഞൊരു ആളാണ് ഇതിനകത്ത് ഗിറ്റാർ വായിച്ചിരിക്കുന്നത്. ഈസ് എ ഗുഡ് ഫ്രണ്ട്. ഈസ് അമേസിങ്. വളരെ വലിയ വലിയ പാട്ടുകളിലൊക്കെ ആൾ വായിച്ചിട്ടുണ്ട്. സോ സന്ദീപ് ഹാസ് ഹിസ് ഓൺ മാജിക്. ഐ ടെൽ ദിസ് ടു ഹിം, ബ്രോ ഞാൻ സെഷനിൽ പോകുമ്പം എനിക്ക് വെറുതെ ആളെ ഐ ഹാവ് ടു ടെൽ ഹിം നമ്മുടെ പാട്ട്. പക്ഷേ ഐ ജസ്റ്റ് സെറ്റ് ഡൗൺ ആൻഡ് ഐ വാച്ച് ഹിം പ്ലേ. എനിക്ക് അത് ഐ ലവ് ദ ഹോൾ പ്രോസസ് ഓഫ് സിറ്റിംഗ് വിത്ത് മ്യൂസിഷ്യൻസ് ആൻഡ് വാട്ട് ദേ ഡു ടു യുവർ സോങ്. നമ്മുടെ പാട്ടങ്ങ് അവർക്കും കൊടുക്കുവാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് എത്താം. സോ ബിക്കോസ് ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദീസ് മ്യൂസിഷ്യൻസ്. സന്ദീപ് ഡിഡ് ദ ഗിറ്റാർസ്, സ്ട്രിങ്സ് ശ്രവൺ എന്ന് പറയുന്ന ആളാണ് ചെയ്തത്. ശ്രവൺ ഓൾസോ ആക്ടഡ് ഇൻ വാഴ. ഹി വാസ് ഇൻ വാഴ 2 as well. പിന്നെ സുബിൻ ഡിഡ് ദ ഫ്ലൂട്ട്, പിന്നെ പോൾസനേറ്റൻ ഡിഡ് ദ സെത്താർ. സോ ഈ ഒരു ലൈക്ക് ഗ്രൂപ്പ് ഓഫ് മ്യൂസിഷ്യൻസ് വെൻ ദേ കം ടുഗദർ ആൻഡ് അവരുടെ മാജിക് അവർ ഈ പാട്ടിൽ കൊണ്ടുവരുമ്പം പാട്ടങ്ങ് എലിവേറ്റ് ആയി വരുവാണ്. അപ്പം അപ്പോഴാണ് നമുക്ക് നമ്മുടെ പാട്ട് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ കേട്ട് പക്ഷേ ഇതൊക്കെ വരുമ്പം വി ഓൾസോ സ്റ്റാർട്ട് ലൈക്കിങ് അവർ സോങ്. ഐ തിങ്ക് ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് എവറി മ്യൂസിഷ്യൻ. ഇങ്ങനെ ഈ എലിമെന്റ്സ് വരുമ്പോൾ നമുക്ക് നമ്മുടെ പാട്ടിനെ ഒന്നും കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതായത് സോ വി സി നമ്മുടെ ഒരു പാട്ടിനൊരു ഇപ്പം നമ്മുടെ ഒരു ഒരു പുതിയൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പം നമ്മൾ നോക്കുമ്പോൾ ഓ വാവ് ഇത് കൊള്ളാമല്ലോ. സോ ആ ഒരു ഫീലിംഗ് ആണ്. ലൈക്ക് ഇറ്റ്സ് എ ന്യൂ ഫീലിംഗ് വെൻ മൾട്ടിപ്പിൾ മ്യൂസിഷ്യൻസ് കൊലാബറേറ്റ് ആൻഡ് പുട്ട് ഇൻ ദെയർ മ്യൂസിക് into our song. So that's a very different, I think ഏത് മ്യൂസിഷ്യനോട് ചോദിച്ചാലും I think this would be their favorite part of creation as well. So അങ്ങനെ ഗിറ്റാറും ഈ all elements when it came, I think the song took the shape. അത് ഇവിടെ എത്തി. So it's because of that. Eben Paul mixed it so well. Eben Paul എന്ന് പറഞ്ഞ ആളാണ് മിക്സ് എഞ്ചിനീയർ. He mixed and mastered the song. മകനെയും അത് തന്നെയായിരുന്നു. So one more thing, മകനയിലുണ്ടായിരുന്ന മ്യൂസിഷ്യൻസ് ആണ് കൂടെപ്പിറന്നവരിലും. The whole crew is same. The musical crew, guitar വായിച്ചത് violins, Subin flute, the mix engineer, everybody is the same. Musicians എല്ലാവരും സെയിം ആണ്. പോൾസനേറ്റൻ മാത്രം ഇതിനകത്ത് സിത്താർ വായിച്ചിട്ടുണ്ടായിരുന്നു, മകനിൽ സിത്താർ ഇല്ലായിരുന്നു. ദാറ്റ്സ് ദ ഓൺലി. പിന്നെ ചിൽഡ്രൻ കോറസ് ഉണ്ടായിരുന്നു കൂടെ. പിന്നെ കാരണം സിബ്ലിങ്സ് കൊച്ചുങ്ങൾ പാടിയാലുള്ള ഒരു ഇമ്പാക്ട് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ദോസ് ലിറ്റിൽ കിഡ്സ്, ഓ മൈ ഗോഡ്. ആ കൊച്ചുകളത് പാടി. നിള എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, ഷീ സാങ് ദ അറിയാതെ പറയാ, ആ സെക്ഷൻ ആ കൊച്ചാ പാടിയിരിക്കുന്നത്. വെൻ ഷി വാസ് സിംഗിങ് ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുവാണ് ആ കൊച്ചു പാടുന്നത്. ഐ എം ലൈക്ക് സച്ച് ഇന്നസെൻസ് ഇൻ ദാറ്റ് വോയിസ്. ആൻഡ് ഞാൻ എൻ്റെ ശബ്ദത്തിലോ കേട്ടിട്ടുള്ളൂ എൻ്റെ പാട്ട്, കാരണം സ്ക്രാച്ച് ഞാനാണ് പാടി വെച്ചിരുന്നത്. അതൊരു വേറൊരു കൊച്ചു പാടിയപ്പം എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ്, നമുക്ക് ആ ഒരു പ്രോസസ്സിൽ നമ്മളും പഠിക്കുവാണ് നമുക്ക് നമ്മുടെ പാട്ട് തന്നെ നമുക്ക് എത്ര പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും. So that happened and I was like, yes, we have to have a kid's voice in the song. എന്നിട്ട് നമ്മൾ ആ കോറസ് റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിളേനെ സെപ്പറേറ്റ്ലി വിളിച്ച് ഇത് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അത് കേട്ടപ്പോൾ എനിക്ക് ഇത് വേണം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പം ഐ തിങ്ക് ഓൾ ഓഫ് ദാറ്റ് നമ്മളും ചെയ്ത് വരുമ്പോഴാണ് ഓരോരോ ഐഡിയാസ് വരുന്നത്. ഇതും നമുക്ക് ചെയ്യാൻ പറ്റും, ഇതും നല്ലതായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വി ക്യാൻ റിമൂവ് ദാറ്റ്. പക്ഷേ ഓരോരോ കാര്യം ചെയ്തു വരുമ്പോഴാണ് നമുക്ക് മലയാളം ഈസ് സോ ഹോറിബിൾ. സോറി ഫോർ ദാറ്റ്. ഇപ്പം ഇത്ര നേരം സംസാരിച്ച് മലയാളം അത്ര നല്ലതല്ലെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആളുകൾക്ക് മുഴുവൻ തോന്നാൻ സാധ്യതയുള്ളൊരു സംശയമുണ്ട്, ഈ കുട്ടി മലയാളം പാട്ടൊക്കെ ചെയ്തിട്ട് മലയാളി അല്ലേ എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഞാനൊരു മലയാളിയാണ്. എൻ്റെ നാട്ടിലെൻ്റെ വീട് കൊല്ലം കർണകപ്പള്ളിയിലാണ്. എൻ്റെ അച്ഛനും അമ്മ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും. പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഭോപ്പാലിലാണ്. അപ്പം അത് കാരണം അവിടെ കൊച്ചിലെ ഹിന്ദിയിലായിരുന്നു മൊത്തം സംസാരം. എല്ലാവരോടും ഹിന്ദിയിൽ സംസാരിച്ച്
ഇങ്ങനെ ആയിപ്പോയി. വീട്ടിൽ അച്ഛനും അമ്മയോടും മലയാളത്തിൽ സംസാരിക്കും, പക്ഷെ ഹിന്ദി കൂടുതലായതുകൊണ്ട് ഈ മലയാളത്തിൽ ഹിന്ദി ആക്സെന്റ് കയറി വരും. ആ ഒരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടും ഐ മൂവ് ടു മുംബൈ. അവിടെയും 10 വർഷം ഐ വാസ് ഇൻ മുംബൈ. അപ്പോഴും അവിടെയും ഹിന്ദി തന്നെയാണ്, അവിടെ മലയാളം ഒന്നും ഇല്ലല്ലോ. ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ മുമ്പിൽ വിതിൻ 15 days ഐ ഗീവ് മൈ ലാസ്റ്റ് എക്സാം. അതുകൊണ്ട് ഞാൻ 12th കഴിഞ്ഞ് തന്നെ ഞാൻ മുംബൈ മൂവ് ചെയ്യാൻ പ്ലാൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ മുതൽ അച്ഛൻ്റെ അടുത്താണ് പാട്ട് അച്ഛൻ്റെ അടുത്താണ് ഞാൻ പാട്ട് പഠിച്ചത്. കൊച്ചിലെ വീട്ടിൽ ഞാൻ ക്ലാസ്സിൽ അച്ഛൻ്റെ കൂടെ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ ഇങ്ങനെ പാട്ട് ക്ലാസ് എടുക്കും വേറെ കൊച്ചുങ്ങളുടെ. അപ്പം അവർ പാടുന്ന കീർത്തനങ്ങളും എല്ലാം ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുമെന്നല്ലോ. അപ്പം പാട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ കീർത്തനങ്ങളൊക്കെ മാനാപ്പാടമാണ്, മൊത്തം കാണാപ്പാടമാണ്. അത് ഓൾറെഡി എനിക്ക് അറിയാം, ഞാൻ കേട്ട് പഠിച്ചു അപ്പം അച്ഛൻ പറഞ്ഞ് ഇനി നീ നല്ലോണം ഇരുന്ന് ചെട്ടയുടെ കൂടെ യു ഹാവ് ടു ലേൺ ഇറ്റ് പ്രോപ്പർലി. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അങ്കിത് ബിയാൻ നമ്മൾ മ്യൂസിക് ക്ലാസ്സിലൊക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. എല്ലാം സൺഡേസ് നമ്മൾ വെയിറ്റ് ചെയ്യും, മ്യൂസിക് ക്ലാസ് ആകും, അപ്പം നമ്മൾ വന്നിരിക്കും. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം കൊച്ചിലെ അങ്കിത് ബിയ ഞാൻ അങ്കിത് ബിയ സെയിം സ്കൂളിലായിരുന്നു. ഹി വാസ് മൈ സീനിയർ ഇൻ മൈ സ്കൂൾ. എന്നിട്ട് ഒരു 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂൾ മാറിയതൊക്കെ. ദെൻ വി ബിക്കെയിം റൈവൽ സ്കൂൾസ്. ഞങ്ങൾ ഫുട്ബോൾ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കുറേ ഓപ്പോസിറ്റ് ടീമിൽ ഞങ്ങൾ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു റൈവലറി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുട്ബോൾ കുറേ കളിക്കുമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ്സ്, ക്ലബ്സ് ഫുട്ബോൾ. ഐ വാസ് പ്ലാനിങ് ഓൺ ഹാവിങ് എ കരിയർ ഇൻ ഫുട്ബോൾ. ഫുട്ബോളിൽ കരിയറൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ റിയലൈസ് ചെയ്ത് അത് പറ്റത്തില്ല, അത്രയും ടാലൻ്റ് ഒന്നും ഇല്ല ഇവിടെ. പിന്നെയും പറ്റുന്നൊരു അതുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ബാൻഡ്സിൻ്റെ കൂടെ പെർഫോം ചെയ്ത് ആ ഒരു പരിപാടി സ്വന്തമായിട്ട് അവിടെ നിന്നാണ് ഈ സ്വന്തം ക്രിയേഷൻ തുടങ്ങുന്നത്. കാരണം കുറേ ബാൻഡുകൾ ഫിലിം പാട്ടുകളാണ് കവർ ചെയ്യുന്നത്. അത് കവർ പാട്ടുകളൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ റിയലൈസ് ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കണം. അപ്പം ആദ്യത്തെ പാട്ട് ഞാൻ ബാൻഡിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വജൂദ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടാക്കി. ഇങ്ങനെ കുറെ ഹിന്ദി പാട്ടുകളായിരുന്നു. അതുകൊണ്ട് ഓൾവേസ് കമ്പോസ് ഹിന്ദി സോങ്. ഞാനത് ചോദിക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ ആജ് യൂഹി എന്നുള്ള പാട്ടാണെങ്കിൽ ഇപ്പോൾ രാഹെ ഭയങ്കര അടിപൊളി കോമ്പോസിഷൻ ആണ്. അത് ആജ് യൂഹി എന്നല്ല കേട്ടോ, ഞാൻ മറ്റേ ക്രിയേറ്ററിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് അത് നല്ലതെന്നല്ലെന്ന് പറയുന്നല്ലോ. പക്ഷെ എനിക്ക് രാഹയാണ് കുറച്ചുകൂടി എനിക്ക് ഭയങ്കര അടുപ്പം തോന്നിയിരിക്കുന്ന ഒരു പാട്ട്. അപ്പോൾ അതിനിടയിൽ കമൻറ്റുകൾ വായിക്കുമ്പോഴൊക്കെ ആളുകളുടെ കമൻ്റ് ഉണ്ട്, വാഴ വണ്ണിറങ്ങേണ്ടി വന്നു ഈ ഒരു മുത്തിനെ നമുക്ക് കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാഹേന്റെയും ആജുഹിയുടെ ഒക്കെ താഴത്തെ കമൻറ്റുകളുണ്ട്. ചിലതൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അത് ഞാനത് ചോദിക്കാൻ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഹിന്ദിയിൽ കമ്പോസ് തുടങ്ങിയത്? അപ്പൊ ഇതാണ് അതിന്റെ കാരണം. ഞാൻ അവിടെ തന്നെയല്ലേ ജനിച്ചു വളർന്നത്. അപ്പം ഹിന്ദി എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഹിന്ദിയിൽ കുറച്ച് ആജുഹിയൊക്കെ ഞാൻ തന്നെയാണ് എഴുതിയത്. അപ്പം അതൊക്കെ ഓൾറെഡി ആ കംഫർട്ട് സോൺ ആയതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചൂസ് ചെയ്തത്. അല്ലാതെ മലയാളം ചെയ്യത്തില്ല അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. അതൊരു കംഫർട്ട് സോൺ ആയിരുന്നു. അപ്പം ഹിന്ദി പാട്ടുകൾ കൊച്ചിലെ കേൾക്കണം, മലയാളം പാട്ടുകളും കുറേ കൊച്ചിലെ പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മ കുറേ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മലയാളം പാട്ടുകളും നല്ലോണം അറിയാം, പഴയ പാട്ടുകളൊക്കെ, ലെജൻഡറി സോങ്സ് ഒക്കെ. അപ്പം പക്ഷേ ദാറ്റ് വാസ് മൈ കംഫർട്ട് സോൺ. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിലായിരുന്നു ഒന്നും കൂടെ കൂടുതൽ പാട്ടുകൾ അവിടെ ചെയ്യാൻ തുടങ്ങിയത്. കാരണം മലയാളം ലിറിക്സ് ഒന്നും എഴുതാൻ പറ്റത്തില്ല, അതറിയാം. അപ്പം എന്നാലും ഒരു മലയാളം പാട്ട് എൻ്റെ ബാൻഡിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്ന് പറഞ്ഞൊരു പാട്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൈലബിൾ അല്ല. അത് ബാൻഡിന്റെ ഒരു പാട്ടും ഇങ്ങനെ 1-2 പാട്ട് മാത്രം നമ്മൾ റിലീസ് ചെയ്യാൻ പറ്റും. സിനിമയിൽ അല്ലാണ്ട് വന്ന ഒരു മലയാളം ലിറിക്സ് ഉള്ള ഒരു പാട്ട് ബാരാത്തി ഡ്രോപ്പ് ആണ്. അതെ. ദാറ്റ്സ് മൈ ഇൻഡിപെൻഡന്റ് ട്രാക്ക് വിത്ത് തിങ്ക് മ്യൂസിക്കിന്റെ കൂടെ. ഞാൻ മകനെ വന്ന് റിലീസായി കഴിഞ്ഞിട്ട് തിങ്ക് മ്യൂസിക് ടീം നമ്മളോട് പറഞ്ഞ്, സായി ഫ്രം തിങ്ക് മ്യൂസിക് അപ്രോച്ച്ഡ്. സായി ഇസ് എ ഗുഡ് ഫ്രണ്ട് നൗ. സായി പറഞ്ഞെനിക്ക് ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിച്ചില്ല, പക്ഷെ ഐ വാസ് വെരി എക്സൈറ്റഡ്. അങ്ങനെ ഒരു പാട്ടിൻ്റെ അവർ പിന്നെ പറഞ്ഞു 2 പാട്ടായിട്ട്, അവർക്ക് 2 പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു പാട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് ബറാത്തി ഡ്രോപ്പ്, അവരുടെ കൂടെ ഒരു പാട്ടും കൂടെ വരും. ഇപ്പം 1 or 2 months will come with them. ഇത്ര അനൗൺസ്മെന്റ് ആണ് അല്ലേ? അനൗൺസ് ചെയ്ത് ആ സ്ഥിതിക്കെങ്കിലും ഞാൻ ആ പാട്ട് തീർത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവരട്ടെ. അങ്ങനെ അല്ല, പക്ഷേ പറഞ്ഞ പോലെ തിങ്ക് മ്യൂസിക്കിന്റെ കാര്യം പേരിവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, തിങ്ക് മ്യൂസിക് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ എന്താ പറയുക മറ്റൊരു തലത്തിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് pioneers in that. They're like really good. The way our independent music position, it's commendable. I think Bollywood should learn something from this side. അത് ഇൻഡിപെൻഡന്റിനെ സപ്പോർട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെ കൊണ്ടുവരണം, അത് തിങ്ക് മ്യൂസിക് does it the best. നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമുക്ക് അങ്ങനത്തെ ലേബൽസ് ഉണ്ട്. good labels coming up. നമ്മളെ ലേബൽസും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് മറ്റേ ഈ ലേബൽ ആ ലേബൽ എന്ന് പറയുന്നത് പ്ലീസ് അങ്ങനെയല്ല. Just because I've worked with think music എനിക്കറിയാം how comfortable it is with them, how like amazing these people are. അതുവരെ എനിക്ക് ആരുടെ കൂടെ ഇങ്ങനെ ചെയ്യാൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അപ്പം other people have really told good things about other labels as well. അല്ലാതെ മാത്രമല്ല, ഇപ്പൊ സായ അഭ്യങ്കറിനെ പോലെയുള്ള ഒരു കമ്പോസർ
വർഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുതാക്കിയത് ശരിക്കും പറഞ്ഞാൽ തിങ്ക് മ്യൂസിക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എന്താ പറയുക, പാർവതീഷും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കമ്പോസിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മളൊരു 10 വർഷം നമ്മൾ മുംബൈയിലുണ്ടായിരുന്ന കാര്യമുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് തിരിച്ചു വരണം എന്ന് എനിക്ക് തോന്നുന്നു. 10 വർഷം എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? മ്യൂസിക് തന്നെ ആയിരുന്നു? 8 വർഷം മ്യൂസിക് തന്നെ ആയിരുന്നു. അതെ. സോ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ, അതിന് മുമ്പ് തന്നെ ഐ റിയലൈസ്ഡ് ഐ വോണ്ട് ടു ഹാവ് എ കരിയർ ഇൻ മ്യൂസിക്. അപ്പം നമ്മൾ ഭോപ്പാലാണ്, നമ്മൾ കുട്ടികൾ, നമുക്ക് അറിയത്തില്ല, സിനിമയ്ക്ക് ഭയങ്കര നമുക്ക് ഡ്രീം ചെയ്യാൻ മാത്രം പറ്റത്തുള്ളൂ. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് നോട്ട് അച്ചീവബിൾ ഇസ് വാട്ട് ഐ തോട്ട്. അപ്പം നമ്മുടെ ഭോപ്പാലിൽ നിന്ന് ഒരു മേഘ്ദീപ് ബോസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ അവിടെ ചെന്നൊരു പടം ഹി വാസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിംസ് അവിടെ. അപ്പം നമുക്ക് തോന്നി ഭോപ്പാലിൽ നിന്ന് പോയ ഒരാൾ ബോളിവുഡിൽ പേരുണ്ടാക്കുന്നത്, അപ്പം നമുക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ ആ ചേട്ടൻ്റെ മെസ്സേജ് ഒക്കെ ഇടാൻ തുടങ്ങി, ചേട്ടാ നമ്മളുമുണ്ട് ഇവിടെ, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഹി വാസ് വെരി കൈൻഡ്. നമ്മളൊക്കെ അയക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടൊക്കെ പറയും നല്ലതാണ്, ഇച്ചിരി ഇങ്ങനെയൊക്കെ ചെയ്യും, യു ഷുഡ് ഡു ദിസ് ഒക്കെ. ഹി വാസ് വെരി കൈൻഡ് ടു ഓൾ ഓഫ് us. ഞാനും എബിൻ ഭയ്യ, ലൈക്ക് ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് ബോംബെയിലോട്ട് പോയത്. ഹി ഈസ് ഓൾസോ മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഈസ് എൻ അമേസിംഗ് മ്യൂസിഷ്യൻ. ഈസ് ഓൾസോ പാർട്ട് ഓഫ് വാഴ ടുഡേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടീമിലൊക്കെ ഉണ്ട്. അപ്പം എബിൻ ഭയ്യയും ഞാനും അങ്ങനെ വി യൂസ് ടു ലുക്ക് അപ്പ് ടു മേഘ്ദീപ് ഭയ്യ ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. ആൻഡ് while I completed my graduation, I was like, ചേട്ടാ എനിക്ക് മേഘ്ദീപ് ഭയ്യോട് ഞാൻ പറഞ്ഞു ki I also want to come to Mumbai and all. So he was like, yeah, come, I'll put you there, you assist Raju sir. He was himself assisting Raju sir for 3 years. അപ്പം I was like, yes, okay, ഞാൻ വരാം. അപ്പം ചേട്ടൻ തന്നെ, ഞാനും എബിൻ ഭയ്യ ഒരുമിച്ചാണ് മുംബൈയിലോട്ട് പോകുന്നത്. ആൻഡ് ദെൻ there we started assisting Raju sir. രാജു സാറിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമയിലോട്ടുള്ള ഈ ജേർണി തുടങ്ങുന്നത്. ഹി വാസ് ലൈക്ക് അവർ മെൻറ്റർ. He was, how do I say it, whatever I say for him is less only. കാരണം രാജു സാറാണ് നമ്മളെ ഈ വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബോളിവുഡിൽ പോയാൽ അവിടെ ആരും ഇരിക്കുന്നില്ല, ki വാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു, വാ പ്ലീസ് ഡു ഫിലിം, അങ്ങനെയല്ല. സോ വി ഡിഡ്ന്റ് നോ എനിത്തിങ് സിനിമയിൽ എങ്ങനെയാണ് മ്യൂസിക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അവിടെയാണ് പഠിക്കുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ പ്ലേസ് വെയർ ഐ സോ അതർ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഡു ഫിലിംസ്. നമ്മളൊക്കെ ആദ്യത്തെ ദിവസം 1 മിനിറ്റിൻ്റെ സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ 2 ദിവസം എടുത്ത്, 2 ദിവസം 1 മിനിറ്റിൻ്റെ സ്കോർ ചെയ്യാൻ. എൻ്റെ കൂടെ ഇരിക്കുന്ന ചേട്ടൻ കെവിൻ റോയ്, ഹീസ് എ മ്യൂസിക് കമ്പോസർ ഇൻ പഞ്ചാബി ഫിലിംസ് റൈറ്റ് നൗ. സോ കെവിൻ റോയ്, ഐ സോ ഹിം, ആളൊരു 5 മിനിറ്റിൻ്റെ സ്കോർ 3 മണിക്കൂർ കൊണ്ട് തീർത്ത്. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്തുവാ, ഇങ്ങനത്തെ ആൾക്കാരെ, ഇതൊക്കെ മഷീനാണ് ഇവർ. അപ്പം ആ ഒരു ഇൻട്രീഗ്നെസ്, അവർ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അത് കണ്ട് ആ ഒരു എൻവയൺമെൻറ്റ് കിട്ടിയോണ്ട് ഐ കുഡ് പുഷ് മൈ സെൽഫ്. നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യാൻ പഠിച്ചു. നമുക്ക് ടെക്നിക്കൽ നോളേജ് കുറേ ഉണ്ടായി. ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ടെക്നിക്കൽ നോളേജ് നല്ലോണം ഗ്രാസ്പ് ചെയ്യാൻ കിട്ടി. അപ്പം ഐ തിങ്ക് മൈ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ മെജോറിറ്റി ഓഫ് മൈ ക്രെഡിറ്റ് ഗോസ് ടു ദോസ് 3 years in Mumbai, initial 3 years in Mumbai when I worked under Raju sir, and I learned a lot from him, and he was there. നമ്മളെ നല്ലോണം ഗൈഡ് ചെയ്യും. It was a school only, I would say. It was a school where I learned. I assisted him for 3 years, and that's where my cinema knowledge came in. Background score എങ്ങനെ ചെയ്യണം, ആ ഒരു നോളജ് ഇറ്റ് കെയിം ഫ്രം ദെയർ വെൻ ഐ വർക്ക് വിത്ത് എബിൻ ഭയ്യ ആൻഡ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ. ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തപ്പം അതുണ്ടായി. 3 വർഷത്തിന് ശേഷം കോവിഡ് ഹിറ്റ്, ആൻഡ് already 3 years after that I started working as a freelancer. I was still working with sir every now and then. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി. നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങി. ബിഗ് നെയിംസ് ആൻഡ് ഓൾ, ബിഗ് ഫിലിംസ്. നമുക്ക് വേണ്ടി ദിസ് വാസ് ഓൾ എ ഡ്രീം. അപ്പം ഇതൊക്കെ ആയി തുടങ്ങി. സ്വന്തം പേര് നമ്മൾ ബോളിവുഡ് ഫിലിംസിൻ്റെ എൻഡ് ക്രെഡിറ്റ്സിൽ നമ്മൾ വായിച്ചു വരും. ലൈക്ക് പേരൻസ് ആർ സീയിങ് ഇറ്റ്, ഓൾ ഓഫ് ദാറ്റ് പ്രൗഡ് മൂമെന്റ്, ഓൾ ഓഫ് ദാറ്റ്. പിന്നെ ചെയ്ത് പിന്നെ അങ്കിത് ഭയ്യ വാസ് ഡൂയിങ് റിയലി ഗുഡ്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കഥയുണ്ട്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എവിടേക്കും ഒരു പ്രീതം ദ കഥയുണ്ട് അല്ലേ? പ്രീതം എന്ന് വെച്ചാൽ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്യാൻ മേഘ്ദീപ് ബോസ്ബയുടെ മേഘ്ദീപ് ചേട്ടൻ്റെ കൂടെ തന്നെ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. മീ ആൻഡ് എബിൻ ഭയ്യ വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ ബ്രഹ്മാസ്ത്ര. ആ പടത്തിന്റെ സ്കോറിൽ വർക്ക് ചെയ്യാൻ കിട്ടി. സോ ദാറ്റ് വാസ് ഓൾ ലൈക്ക് എ വെരി ബിഗ് ഡീൽ ഫോർ അസ് ടു ബി അസോസിയേറ്റഡ് വിത്ത് സച്ച് എ ഫിലിംസ് നെയിം. അല്ല, ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ ആ പടത്തിന്റെ കൂടെ അസോസിയേറ്റ് ആവാൻ കിട്ടിയതിൽ വളരെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ അത് കരുതുന്നത്. ആൻഡ് ഓൾ ഓഫ് ദോസ് ഫിലിംസ് ഹാപ്പൻഡ്. നമ്മൾ ഇത് ഇത്രയൊക്കെ ആവും നമ്മൾ വിചാരിക്കും. പിന്നെ ആഫ്റ്റർ എ പോയിന്റ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് നമുക്ക് ചെയ്ത് പോകാം. അതിൻ്റെ കൂടെ തന്നെ സൈമിൾട്ടേനിയസ്ലി അങ്കിത് ഭയ്യ ഡിഡ് ഗൗതമിൻ്റെ രഥം, ഉയരെ, ബ്ലൂ അപ്പ്. അതിൻ്റെ നെക്സ്റ്റ് പടം പറഞ്ഞ അങ്കിത് ഭയ്യയുടെ അന്താക്ഷരി. അപ്പം അങ്കിത് ഭയ്യ കോൾഡ് മീ ഹിയർ. ദാറ്റ്സ് ഹൗ ഐ മീറ്റ് വിപിൻ ചേട്ടൻ. അപ്പം ആ സമയത്ത് ലോക്ക്ഡൗൺ ആണ്, മൊത്തം ലോക്ക്ഡൗൺ നടക്കും. നമ്മൾ അങ്കിത് ഭയ്യയുടെ തൃശ്ശൂരിലുള്ള വീട്ടിലാണ് അന്താക്ഷരിയുടെ നമ്മൾ സ്കോറെല്ലാം ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നത്. അപ്പം അന്നാണ് നമ്മൾ കാണുന്നത് വിപിൻ ചേട്ടൻ. അപ്പം ദ റീസൺ മൈ പെർസ്പെക്റ്റീവ് ഫോർ മലയാളം ഇൻഡസ്ട്രി ചേഞ്ച്ഡ് വാസ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. It's a very personal thing, honest thing.
നമ്മൾ ബോളിവുഡിൽ ഇത്ര നാൾ സ്കോർസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, മ്യൂസിക്കിനൊക്കെ ലാസ്റ്റിലാണ് ഒരു വാല്യൂ കിട്ടുന്നത്. ഓൾറെഡി ഫിലിം ഫിക്സ് ആയി, മ്യൂസിക് നമ്മൾക്ക് അതിൻ്റെ അനുസരിച്ച് തന്നെ വെരി മച്ച് മോൾഡ് ചെയ്ത് നമുക്ക് അത്രയും ക്രിയേറ്റീവ് ഫ്രീഡം ഒന്നും ഇല്ല. ദർസ് എ സെറ്റ് സ്പെക്ട്രം, അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നപ്പം ഐ റിമെമ്പർ ഞാൻ ഒരു സീൻ ചെയ്ത്, എല്ലാവരും ഇരിപ്പുണ്ട്, അങ്കിത് എല്ലാവരും, ഞാൻ വിപിൻ ചേട്ടനെ കാണിച്ചു, ചേട്ടാ തൻ്റെ ഒരു സീനാണ്, ഒരു ചേസ് സീക്വൻസ് ആയിരുന്നു, നല്ല അത് ചെയ്ത് കാണിച്ചിട്ട് വിപിൻ ചേട്ടൻ ഞാനത് കാണിച്ചു. വിപിൻ ചേട്ടൻ പറഞ്ഞ് കൊള്ളാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പക്ഷേ മ്യൂസിക് ഇച്ചിരി എക്സ്ട്രാ ഉണ്ടാക്കിപ്പോയി, കട്ട് ചെയ്തില്ല ഞാൻ, അത് അടുത്ത സീനിലോട്ട് ബ്ലീഡ് ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഞാൻ കട്ട് ചെയ്തേക്കാം. അപ്പം ചേട്ടൻ പറഞ്ഞു കട്ട് ചെയ്യേണ്ടത് രസമുണ്ടല്ലോ, അത് അവിടെ അങ്ങോട്ട് പോകുന്നത്, ലൈക്ക് ആ ഒരു മ്യൂസിക്കിന് ഒരു കംപ്ലീഷൻ കിട്ടുന്നുണ്ട്, അന്താക്ഷരിക്കുണ്ട്, മ്യൂസിക്കിന് കംപ്ലീഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടാ അത് കംപ്ലീഷൻ ഉണ്ട്, പക്ഷേ സീൻ അവിടെ വരെ ഉള്ളല്ലോ. അപ്പം ചേട്ടാ അത് സാരമില്ല, നമുക്ക് സീൻ കൂട്ടാമെന്ന് പറഞ്ഞ് എഡിറ്ററിനെ വിളിച്ച് സീൻ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു, ജസ്റ്റ് ബിക്കോസ് ദാറ്റ് മ്യൂസിക് ഫെൽറ്റ് ഗുഡ്. ആൻഡ് ഐ വാസ് ബ്ലോൺ അവേ. നമ്മളിതൊരിക്കലും കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ്. ആ നൈറ്റ് ഐ കോൾ മൈ ഫ്രണ്ട്സ് ഇൻ മുംബൈ, ഓൾ മ്യൂസിക് പ്രൊഡ്യൂസർ, ബ്രോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഒരു ഡയറക്ടർ നമ്മുടെ മ്യൂസിക്കിന് വേണ്ടി അവിടെ ആൾക്കാർ ട്രിപ്പ്, ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെ നടക്കും അവിടെ. കാരണം ദാറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി എക്സ്പീരിയൻസ് ഇൻ മുംബൈ. ഇറ്റ് ഈസ് ലൈക്ക് മ്യൂസിക് കംസ് ലാസ്റ്റ് എന്നുള്ളൊരു സാധനം അവിടെ. ഇവിടെ ഞങ്ങളൊക്കെ ഇപ്പോഴും അവിടെ എല്ലാവർക്കും ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കും, അവിടെ ആ ഡയറക്ടർ ഇങ്ങനെ ചെയ്ത്, അപ്പോൾ അവർക്ക് അവിടെയൊക്കെ ഇങ്ങനെയാണല്ലേ, ഞങ്ങൾക്കും ഇനി അവിടെ വരണം. സോ ദാറ്റ് സോർട്ട് ഓഫ് എൻ എക്സ്പീരിയൻസ് വേർ പീപ്പിൾ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം തരും നമുക്ക്, ആ ഒരു ക്രിയേറ്റീവ് തരുന്നല്ല, അവർ നമുക്ക് തരുന്നതായിട്ട് ഫീൽ ചെയ്തില്ല, അവർ ഇറ്റ്സ് ദെയർ, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്, ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം നമുക്കുണ്ട്, ദാറ്റ്സ് ദെയർ. ആൻഡ് ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ദെൻ ഐ റിയലൈസ് ഐ ലൈക്ക് വർക്കിംഗ് ഹിയർ. ഈ ഒരു കൾച്ചർ, ദ വർക്ക് കൾച്ചർ, ഹൗ ഇറ്റ് ഈസ്, ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം. ഈ ടീം, ഈ വാഴ ടൂടെ ടീം ഫീൽസ് ലൈക്ക് ഫാമിലി. അപ്പം ഈ പടം വന്നത് തന്നെ ഇറ്റ് ഫീൽസ് ലൈക്ക് നമ്മുടെ വീട്ടിലുള്ളവർ ഒരുമിച്ചൊരു സാധനം ഉണ്ടാക്കി വെളിയിൽ വന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു സിനിമ. സോ every person's win in this film feels like a personal win to everybody. I think this is something that's way beyond all of this recognition and all. I don't know how to, it's a very personal feeling. I feel like Arcado doing his Tuki song and like he getting such recognition, it feels so personal. Ki സത്യം, ഞാനും വന്നിട്ട് ആ പാട്ടിൽ ഞാനും ബാക്കിംഗ് വോക്കൽസ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ഓർക്കണ്ടോ, അല്ല പാർവതീഷ് ഓർക്കണ്ടോ, ഞാൻ വിളിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞത് തൂക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേവറേറ്റ് പാട്ട് കൂടെ, മൈ 2 favorite songs in this film is ആജാ രാജ ആൻഡ് തൂക്കി. എൻ്റെ ഇതാണ് 2 favorite songs ഈ പടത്ത്. അശ്വിൻ നാരായൺ ബിയുടെ ആജാ രാജ is my most favorite song and then തൂക്കി is my second. Like I just love those songs like anything. ഞാനത് പറഞ്ഞപ്പോൾ പാർവതീഷിന്റെ സൈഡിൽ നിന്നുള്ള എക്സൈറ്റ്മെന്റ് ആയിട്ടപ്പോൾ ഞാൻ ഇത് കുറെ തവണ കേട്ടിട്ടുണ്ടാവില്ല, എന്നിട്ട് ഇപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് ആണെന്ന് ചോദിച്ചു. പക്ഷെ അത് നിങ്ങളുടെ ഒരു ടീം സോ എല്ലാവരും അങ്ങനെയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു പാട്ടുണ്ടാക്കി നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും, ബ്രോ ഇതിനകത്ത് എന്ത് തോന്നുന്നു, അപ്പം ദേ ടെൽ ഇതിനകത്ത് ഇത് ഇച്ചിരി അങ്ങനെ തോന്നുന്നു, വി ക്യാൻ ഡു ദിസ്. ആ ഒരു ഡിസ്കഷൻ, ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വിതൗട്ട് ഈഗോ. ട്രസ്റ്റ് മീ, മ്യൂസിഷ്യൻസിൽ ഈഗോ ഇല്ലാതെ ഈ ഒരു എൻവയൺമെന്റ് ഇങ്ങനെ കിട്ടത്തില്ല. സോ kudos to that goes to Ankit Bhaiya, of course, like for managing എല്ലാം ആ ഒരു അതും. ആൻഡ് ഓൾസോ ദിസ് വാസ് എ ഫാമിലി തിങ്. ഐ വുഡ് ഫീൽ ഇറ്റ് ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് യു വർക്കിംഗ് ഇൻ എ ഫാമിലി. നമ്മൾ ബ്രദേഴ്സ് ഇങ്ങനെ ചെയ്യുക, നിന്റെ അത് കൊള്ളത്തില്ല, നീ അത് മാറ്റി, ഇത് നല്ലതായിരിക്കും. സോ ദാറ്റ് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് തമ്മിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ തിങ്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മറ്റേ വാഴ 2-ൽ ആ എഴുതിയ വാക്ക് പോലെ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നത് കൂടെ പിറന്നവര് ആയിട്ട് തന്നെയാണ് അല്ലേ? ഇപ്പോൾ വിപിൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വിപിൻ ചേട്ടനും നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നൊരു ക്രിയേറ്റീവ് ഫ്രീഡത്തിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും മുന്നിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന വളരെ കാര്യമായിട്ടാണ്. അത് വളരെ ബിക്കോസ് ഓഫ് ദ ടീം. ഐ എം ടെല്ലിങ് സവൻ ചേട്ടൻ ഇസ് സച്ച് എ ബ്രില്യൻറ്റ് ഡയറക്ടർ. മത്ലബ് ആളുടെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ കമ്മ്യൂണിക്കേറ്റ്സ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇത്രയും ക്രിയേറ്റീവ് മൈൻഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മളിരുന്ന് ഒരു പടം ചെയ്യുമ്പം ഇറ്റ്സ് വെരി ഈസി. നമ്മൾ ജസ്റ്റ് ഒരു ടൂൾ ആകുന്നതേ ഉള്ളൂ. ലൈക്ക് ബിക്കോസ് ദീസ് ഗൈസ് ആർ വെരി എക്സ്പീരിയൻസ്ഡ്. ഇവർ സവൻ ചേട്ടൻ കംസ് വിത്ത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഹീസ് അസിസ്റ്റഡ് വിപിൻ ചേട്ടൻ ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഹീസ് അസിസ്റ്റഡ്. നമുക്കറിയത്തില്ല. ഹി ഹാസ് എ വെരി ബിഗ് സ്റ്റോറി ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ് ആൻഡ് ഹീസ് സച്ച് എ ടാലന്റഡ് പേഴ്സൺ. ബട്ട് ഹി ജസ്റ്റ് സിറ്റ്സ് ഇൻ ദ കോർണർ ആൻഡ് ലൈക്ക് ഇങ്ങനെ. പക്ഷേ ഹി ഹാസ് സോ മെനി ബ്രില്യൻറ്റ് ഐഡിയാസ്. ഐ എം ടെല്ലിങ് യു, ദ വേൾഡ് ഈസ് യെറ്റ് ടു സീ. They've seen Vada 2 and they know. അപ്പോൾ അതുപോലെ ഇവരുടെയൊക്കെ ഇടയിലിരുന്ന് നമുക്കിങ്ങനെ ചെയ്യുമ്പം നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാൻ കിട്ടും. കാരണം നമ്മളൊരു സീനിനെ ഒരു രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു പെർസ്പെക്റ്റീവ് പറയുമ്പം നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്യാമോ, പക്ഷെ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പം നമുക്ക് മനസ്സിലാകും, ഡാം ദിസ് വാസ് ബെറ്റർ ദാൻ വാട്ട് വി ഡിഡ് ബിഫോർ. സോ ആ ഒരു കാര്യത്തിൽ ഐ റിയലൈസ് ഇവിടെ ഐ ഓൾവേസ്
ആ ഒരു ഡയറക്ടർ വിഷൻ റൈറ്റർ വിഷൻ കിട്ടുന്നത് ഇറ്റ്സ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ് ഐ ഫീൽ. സോ they were all there always throughout the whole thing. So I think it's because of them as well that it happened. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം ബ്രോയോട് ചോദിക്കാനായിട്ട് തോന്നിയിരുന്നൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായിരുന്നു ആഗ്രഹം? ഒരു കമ്പോസറായിട്ട് തന്നെ ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു സിംഗറായിട്ട് ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു? എന്തായിരുന്നു ആഗ്രഹം എന്ന് എനിക്ക് ചോദിക്കണമെന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നു രണ്ടുമായിട്ട് നിൽക്കണം ഞങ്ങൾക്ക് വേണ്ടി. എന്തായിരുന്നു ശരിക്കും മനസ്സിലുള്ള ആഗ്രഹം? എന്തായിരുന്നു അത്? ഇച്ചിരി ചേഞ്ച് ആക്കിക്കൊണ്ടൊക്കെ ഇരുന്ന എവറി നൗ ആൻഡ് ദെൻ. ഏറ്റവും ആദ്യം ഐ വാണ്ട് ടു ബി എ സിംഗർ. കാരണം നമ്മൾ സിംഗേഴ്സിനെ കണ്ടുകൊണ്ട് അവരുടെയൊക്കെ പാട്ടുകൾ കേട്ട് വരുമ്പം ഐ ഓൾസോ വാണ്ടഡ് ടു സിംഗ്. ഞാൻ കൊച്ചിലെ സിംഗിങ്ങിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മ്യൂസിക് പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ച് യുനോ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വന്നപ്പം ഈ പ്രൊഡക്ഷൻ സൈഡിലോട്ടും കുറേ ഇൻട്രസ്റ്റ് വന്നു. ഒരു ഹോബി ആയിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ അതിലോട്ട് വളരെ ഇൻട്രസ്റ്റ് കയറി വന്നപ്പം തന്നെ ഐ വാണ്ടഡ് ടു ബി മ്യൂസിക് പ്രൊഡ്യൂസർ. അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്ത് അത് കഴിഞ്ഞപ്പം നമ്മൾ സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഇതും ചെയ്യണമെന്ന് ആഗ്രഹമായി. ദെൻ ഐ റിയലൈസ് എനിക്ക് ഒരു മ്യൂസിക് കമ്പോസറും ആകണം. അതും വന്ന് അപ്പം മ്യൂസിക് കമ്പോസർ കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റ് വാസ് ലൈക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമല്ലോ. അത് കിട്ടിയാൽ ഇപ്പം ഇറ്റ് ഈസ് ലൈക്ക് ഐ ലൈക്ക് സിംഗിങ്, ഐ ലൈക്ക് ഡൂയിങ് മ്യൂസിക് കമ്പോസിഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആസ് വെൽ. സോ ഇപ്പം ഐ തിങ്ക് ഐ വാണ്ട് ടു ബി എ മ്യൂസിക് ഡയറക്ടർ ആൻഡ് ലൈക്ക് ഒരു മ്യൂസിക് കമ്പോസർ ഡയറക്ടർ ആൻഡ് ലൈക്ക് ഇഫ് ഐ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു സിംഗ് ഐഡ് ലൈക്ക് ടു ഹാവ് ദാറ്റ് ആസ് വെൽ. അതും ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ പേര് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ഷിറസുപ്പൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സിനിമയിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിശാൽ മിശ്ര. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ, അത് എന്ത് കാര്യം അവർ ചെയ്യുന്ന, ഇപ്പോൾ പാട്ടാണെങ്കിൽ അതിലും അടിപൊളിയായിരിക്കും, കമ്പോസിഷനിലായിരിക്കും അതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾ തന്നെയായിട്ട് ഇങ്ങനെ അങ്ങ് പോണം ഞങ്ങൾ. ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ തിരിച്ചേ അങ്കിത് എ ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാതൽ നദി എന്നുള്ള പാട്ട്, അതെനിക്ക് തോന്നുന്നത് പാർവതീഷിൻ്റെ പേര് ഇപ്പം മകനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തതും ഇതാരാണ് ഈ പാട്ട് ചെയ്തത്, നല്ല രസമുണ്ടല്ലോ ഈ പാട്ടെന്ന് പറഞ്ഞ ഒരു സീനൊക്കെ എനിക്ക് തോന്നുന്നത് അത് മകനെ കഴിഞ്ഞ ഉടനെ തന്നെ കിട്ടിയത് എനിക്ക് തോന്നുന്നത് പെണ്ണ് കേസിലാണെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയാണ് ആ പാട്ട് സംഭവിക്കുന്നത്? എന്തായിരുന്നു അതിനുവേണ്ടി തന്ന ഒരു ബ്രീഫ് എന്തായിരുന്നു? ഓക്കെ, ആ പാട്ട് എങ്ങനെയാണത് ഉരുത്തിരിഞ്ഞ് വന്നത്? അതും ഇങ്ങനെ തന്നെ. നമ്മൾ ATM ഒരു പടം ചെയ്യുന്നുണ്ടെന്ന് അങ്കിത് ഭായ് പറഞ്ഞു. അതിനകത്ത് നീ ഒരു റൊമാൻറ്റിക് സോങ് ചെയ്യണമെന്ന് അങ്കിത് ഭായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ നമുക്ക് ഓൾറെഡി അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈസൂരിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ അവർ നല്ലോണം അത് ഷൂട്ടൊക്കെ ചെയ്ത് നമുക്ക് തന്നപ്പം എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു റഫ് ഡ്രാഫ്റ്റ് പണ്ടേ എൻ്റെ അടുത്ത് പറഞ്ഞ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നി അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ അത് നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ഞാൻ ആ ഡ്രാഫ്റ്റ് വെറുതെ വെച്ച് നോക്കി അങ്കിത് ഭായ് എല്ലാവരെയും കേൾപ്പിച്ച് ഡു യു തിങ്ക് ദിസ് വുഡ് വർക്ക് ആൻഡ് ഹി വാസ് ലൈക്ക് യാ. അപ്പം അങ്ങനെയാണ് ആ പാട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് മെലഡിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ട് ഗണേഷ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. അപ്പം ഹി വാസ് ഇൻ ന്യൂയോർക്ക്, ഹി വാസ് നോട്ട് ഹിയർ. സോ ആളോട് നമ്മൾ ഓവർ കോൾ കൺവേഴ്സ് ചെയ്താണ് നമ്മൾ ലിറിക്സ് നമ്മൾ മെലഡി പാടി അയച്ചു കൊടുത്ത് ദെൻ ഹി റോട്ട് ദ ലിറിക്സ്. ഇതെല്ലാം ആയി വന്നപ്പം ദെൻ ദിസ് സോങ് കെയിം ഇൻ. ദെൻ സഞ്ജിത്ത്, ഐ റിയലി വാണ്ടഡ് സഞ്ജിത്ത് ഹെഗ്ഡെ ടു സിംഗ് ദിസ് സോങ്. ഐ റിയലി അഡ്മയർഡ് ഹിസ് വോയിസ് എ ലോട്ട്. സോ സഞ്ജിത്ത് വാസ് ആൾ ഓൾറെഡി ബിസിയാണ്, കുറേ പ്രോജക്ട്സ് ഒക്കെ നടക്കുന്നുണ്ട്. ആളുടെയും ഒരു സിംഗിൾ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഹി ഹേർഡ് ദ സോങ് ആൻഡ് ഹി സെഡ് ദാറ്റ് ഹിൽ ഡു ഇറ്റ്. ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് ഫീമെയിൽ വോയിസ് ആ സമയത്താണ് നമ്മൾ സായി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, ഷീസ് ഫ്രം തിങ്ക് മ്യൂസിക്, I heard her sing വെറുതെ. And I was like, she sings Hindi songs and all so beautifully. Malayali, but she sings Hindi song and Malayalam song so beautifully. She had a very different texture. And then I told Ankit Bhai also said like, yeah, she has a good song. And എനിക്ക് ഉണ്ടായിരുന്നു ആഗ്രഹം. So then I asked Sai, കാരണം ആൾ പാടിയിട്ടില്ല അതിന് മുമ്പ് ഫിലിംസിൽ. She was like, നീ പറ, like because I really wanted her to sing. And then that's how we got Sai on board. And like she did my favorite part about the whole song is her section, like Sai Party section, and Sanjit did a beautiful song with the rest of the thing. I went to Mumbai, recorded him there, we met there, and so that was altogether a very nice experience in itself. I think it's also a very close song for me. It's Sanjit ne kude irnattum, he's also a brilliant music producer himself, a composer himself. So he also gave his perspective to the song ki namak idakke cheyan pattum. I was like, yes, let's, again, it's your song now, just do whatever you want to do with it. So ആ ഒരു പെർസ്പെക്റ്റീവും കൂടെ വന്നപ്പം അഗൈൻ ഐ സൈഡ് അതിനകത്തും
സന്ദീപ് തന്നെ ഗിറ്റാർ വായിച്ചിരിക്കുന്നതും and all of those things. So I have my comfort zone, I have my comfortable people who I work with. അതിൻ്റെ മിക്സിംഗ് മാസ്റ്ററിങ് ചെയ്തിരിക്കുന്ന പ്രസാദ് മഹാ എന്ന് പറയുന്ന ഒരാൾ, ഹി ഈസ് മൈ ഫ്രണ്ട് ഫ്രം മുംബൈ. ഹി ഡസ് വർക്ക് ഇൻ ബോളിവുഡ് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. സോ അപ്പം ഇറ്റ്സ് അഗൈൻ ലൈക്ക് എ വെരി ഫൺ പ്രോസസ്സ്. അപ്പം അങ്ങനെയാണ് കാതൽ നദി ഉണ്ടായത്. ഇങ്ങനെ ഉണ്ടാക്കി വന്ന് now you have it. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കമ്പോസർ സിംഗേഴ്സിൻ്റെ പേരിലേക്ക് സഞ്ജിത്തിൻ്റെ പേര് നമ്മൾ എടുത്തു വെക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ബാദലും ഗുലാബോയും അതേപോലെ നമ്മൾ നങ്കയല്ലവായൊക്കെ കേട്ട് നമ്മൾ കിടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നമ്മൾ ഇപ്പോഴും പുതിയൊരു സിംഗിൾ ഇറക്കി. ഞാനൊക്കെ മെയിനാന്ന് കേട്ടതേ ഉള്ളൂ. വി ആർ ബ്ലോൺ അവേ ലൈക്ക് ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഹി ഈസ് ഡൂയിങ്. എനിക്ക് തോന്നുന്നു നമുക്ക് മകനെയും കൂടി രണ്ടുപേരും പാടി, അല്ലെങ്കിൽ കൂടെ പിറന്നവരും മകനെയും കൂടിയുള്ള ക്രോസ് ഓവർ വേർഷൻ പാടി നമുക്ക് പതിയെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തോന്നുന്നു. ഓക്കെ ഓക്കെ. ഇപ്പം ഇതിൽ തന്നെ കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടായിരുന്നു. ഫിലിമിലുള്ള വേർഷൻ ഉണ്ടായിരുന്നല്ലോ, വല്ലാതെ വാടലിൽ പൂവ്. A lot of people asked me that. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റീൽ ഉണ്ടാക്കി ഇട്ടത്. കാരണം people were asking for that version. So I'll sing that few lines only. വല്ലാതെ വാടല്ലേ പൂവേ നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാമി നീയൊന്നേ നീ എൻ്റെ പൂന്തണലല്ലേ, തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനേ പുറമേ കരയില്ലേതാണും. അന്തസ്. അത് ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഉള്ളൊരു ഒരു പിടച്ചിലുണ്ട് മനസ്സിൻ്റെ. അയ്യോ, അത് ഈ പറഞ്ഞ പോലെ തരൻ ഇമോഷൻ്റെയും പിന്നെ ഈ പറഞ്ഞ പോലെ സൂരജിൻ്റെ Suraj Eaton. Oh my God, I didn't talk about Suraj Eaton. Suraj Eaton is such a gem. I'm telling you. എനിക്ക് മകനെ ചെയ്തപ്പോഴേ തന്നെ ഐ വാസ് ലൈക്ക് സൂരജ് ഏട്ടൻ പാടും ഈ പാട്ട്. ആ ഒരു പെർസ്പെക്റ്റീവ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പം അങ്കിത് വിയോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് സൂരജ് ഏട്ടൻ പാടുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഐ എം എ ന്യൂ കമ്പോസർ, ഇങ്ങനെ പാടുമോ ഇങ്ങനെയൊക്കെ. അപ്പം അങ്കിത് ചേട്ടൻ പറഞ്ഞു വിൽ ടോക്ക് ടു ഹിം, വിൽ മേക്ക് പാട്ടൊക്കെ അയക്കാം. പക്ഷേ ഹി ഹേർഡ് ദ സോങ് ആൻഡ് ഹി വാസ് സോ സപ്പോർട്ടീവ്. ചേട്ടൻ ഹി ഗേവ് മീ 3 takes. ഹി വാസ് വെരി, ഹി ഡിഡ്ന്റ് മേക്ക് മീ ഫീൽ ലൈക്ക് ഞാനൊരു പുതിയ ആളെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും തന്നില്ല. I wanted to talk to him about a lot of things. And ഞാൻ കുറേ ഡൗട്ടുകൾ ചേട്ടനോട് ചോദിച്ചു. ആൻഡ് ഹി വാസ് ലൈക്ക് എ പേഷ്യൻറ്റ് പേഴ്സൺ. എന്നോട് ഹി ടോക്ക് ടു മീ, ഹി എക്സ്പ്ലെയിൻ മീ തിങ്സ് ആൻഡ് അതുപോലെ തന്നെ കൂടെ പിറന്നവരും നമ്മൾ ചെയ്തപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ തന്നെ. അപ്പം ചേട്ടൻ ഹി സെഡ് നീ തന്നെ പാടുത്, നീ എന്തിനാ എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത്. അപ്പം ഐ വാസ് ലൈക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഐ ഹാഡ് യുവർ വോയിസ് ഇൻ മൈ ഹെഡ്. നമ്മൾ ഇപ്പം ബിക്കോസ് nobody would do a better justice to the song than you. അപ്പം സൂരജ് ഏട്ടൻ തന്നെ പറഞ്ഞു, he was like he did a beautiful, and this is for the first time I'm meeting him. മകനയിൽ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം he was like he came to കൊച്ചി, നമ്മൾ കൊച്ചിയിലിരുന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. and we met him, we had a wonderful time. നമ്മൾ ലഞ്ചിന് പോയി എല്ലാം. It was my brother, my younger brother was there, and he also met Chetan, and it was such a beautiful time. He's such a beautiful human being, I'm telling you. മെനിയാനും കൂടെ ഞാൻ ജസ്റ്റ് കോൾ ചെയ്തു, ചേട്ടാ ലവ് യു, അത് പറയാൻ വേണ്ടി അതിനു വേണ്ടി മാത്രം ഞാൻ വിളിച്ചത്. ചേട്ടൻ വാസ് ലൈക്ക് ഓക്കെ, ഹി ലവ് യു ടു ആൻഡ് എവറിത്തിങ്, ആൻഡ് വി ഹാഡ് എ കോൺവെർസേഷൻ. സോ ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. സോ ഐ എം ജസ്റ്റ് ലക്കി. ഐ മീൻ ഐ വുഡ് റിയലി സേ ടച്ച് വുഡ്, ഐ എം ലക്കി ടു ഹവ് ഹാഡ് റിയലി ഗുഡ് പീപ്പിൾ അറൗണ്ട് മീ. എൻ്റെ അറൗണ്ട് കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അവർ കാരണമാണ് ഐ തിങ്ക് ഓൾ ഓഫ് ദിസ് ഈസ് ഹാപ്പനിങ്. ആൻഡ് എനിക്ക് ഫീലിംഗ് ഉണ്ടാകാറുണ്ട് ഐ ഡോണ്ട് ഡിസേർവ് ഓൾ ഓഫ് ദിസ്. എനിക്ക് വളരെ ഇപ്പോഴും ഐ എം സ്റ്റിൽ ഇൻ ദാറ്റ് സോൺ. ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് എൻ്റെ മാത്രമല്ല, ദർസ് ലൈക്ക് thousands of people behind me who made me reach here. Whatever this is like one small steps that I took. It's because of a lot of different people. So I'm here because of that. So I'm എല്ലാവരുടെയും പേരൊന്നും ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ I'm really thankful and grateful that it just happened, and all these right people at the right time happened, and I got to be where I am today. So it's because of all of them, starting from my parents,
It's all because of them. Yeah. അപ്പോൾ തകർക്കൂ മകനെ. Yes, brother. Let's see. അപ്പോൾ താങ്ക് യു. Thank you so much, brother. Thank you for having me here.